ഹലോ ഗായ്സ്, അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വെജിറ്റബിൾ പാസ്തയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പാസ്ത പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചക്കറി ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതേപോലെ മഷ്റൂം, തക്കാളി, ഉള്ളി, ക്യാപ്സിക്കം, വെളുത്തുള്ളി, ടൊമാറ്റോ പേസ്റ്റ്, വൈപ്പിംഗ് ക്രീം, കുക്കിംഗ് ക്രീം, ഗ്ലാസ് ചീസ്, മസാല, കറി പൗഡർ, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. പച്ചക്കറി നമുക്ക് കുറച്ച് ക്യാരറ്റും പൊട്ടോട്ടോയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. നമുക്ക് നേരെ കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് അതിൽ കൂടിയിട്ട് വശക്കാം. അതിൽ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. ഒന്ന് നല്ലോണം എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക. വെജിറ്റബിൾ പാസ്തയ്ക്കാണ്. അതിൽ ഞാൻ പാസ്ത നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ് ഇതൊക്കെ ഞാൻ ബോയിലിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി വാട്ടാം. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. വാടിയതിന് ശേഷം അതിൽ കുറച്ച് മഷ്റൂം ഇട്ട് കൊടുക്കാം കേട്ടോ. മഷ്റൂം കോൺ അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു തക്കാളി ഞാൻ അരിഞ്ഞിടുന്നുണ്ട് ചെറുതായിട്ട്. ഇതൊന്ന് നല്ല ഒന്ന് ലൈനാവണം. അതിലോട്ട് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് കറി മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും. മദ്രാസ് കറിപ്പൊടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി പേസ്റ്റ് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല കുഴമ്പ് രൂപമാവുന്ന കണക്കിന് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിക്കുക കേട്ടോ. കുക്കിംഗ് ക്രീം, ഇവിടെ അറബി നാട്ടിൽ വൈപ്പിംഗ് ക്രീം എന്ന് പറയും, എന്നാൽ ഇത് കുക്കിംഗ് ക്രീമാണ്. പിന്നെ കുറച്ച് ഗ്ലാസ് ചീസ്, അതൊരു ചീസാണ് കേട്ടോ, ജിബൻ എന്ന് പറയും. ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ല വൃത്തി ഒന്ന് ക്ലിക്കാവുന്നതായിരുന്നു ഇളക്കി കൊടുക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പച്ചക്കറി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ് ഇതൊക്കെ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ ഇതൊക്കെ ഞാൻ കൂടെ ഇട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ പുഴുങ്ങി വെച്ചാണ് കേട്ടോ. പുഴുങ്ങുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടാണ് ഞാൻ പുഴുങ്ങിയത് പച്ചക്കറി. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത പുഴുങ്ങി വെച്ചത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. വെജിറ്റബിൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വൈകിട്ടത്തെ സ്പെഷ്യലാണ് വെജിറ്റബിൾ പാസ്ത. ഇവിടെ മക്രോണി എന്നാണ് പറയുന്നത് ഗൾഫിലൊക്കെ. മക്രോണി എന്ന് പറഞ്ഞാൽ അറിയാവും, നാട്ടിൽ പാസ്ത എന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് വെജിറ്റബിൾ പാസ്ത.